സിനുജി, ഇസ്രായേൽ ലെബനോൺ ആക്രമണം ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ കടന്നു കയറി അങ്ങ് ആക്രമിക്കുകയായിരുന്നു. 500ഓളം പേരാണ് മരിച്ചതായിട്ട് റിപ്പോർട്ടുകൾ വന്നത്. 5000-ൽ പരം ആൾക്കാർക്ക് പരിക്കേറ്റതായിട്ടും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, ഇറാന് യുദ്ധത്തിലേ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ ഇതെല്ലാം ചെയ്യുന്നത് ഇസ്രായേലാണ്, ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് യുദ്ധത്തിന് താല്പര്യമില്ല, ഈ പശ്ചിമേഷ്യയിൽ അസ്ഥിരത ഉണ്ടാക്കുന്നതിന് കാരണക്കാരാകാനും ഇറാന് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. മാധ്യമങ്ങളോട് സംസാരിക്കുമ്പം പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ എന്ത് തോന്നുന്നു, ഇസ്രായേലിൻ്റെ ആക്രമണം കണ്ട് ഭയന്നിട്ടായിരിക്കുമോ? ഇറാൻ ഈ ഒരു നിലപാടല്ലായിരുന്നു നേരത്തെ എടുത്തിരുന്നത്, ഇസ്രായേലിനോട് എതിർക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു ഇറാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ എന്തായിരിക്കും കാരണമെന്നാണ് സിനുജി വിചാരിക്കുന്നത്? ഈ ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്ക് കൊടുത്തതല്ല, ഹിസ്ബുള്ള അങ്ങോട്ട് ചെന്ന് ചോദിച്ചു മേടിച്ചതാ അല്ലേ? അതുകൊണ്ടാണ് അറിയാവുന്ന കാര്യമാണ്. അങ്ങോട്ട് ചെന്ന് ചോദിച്ച് കുറച്ച് താഴെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് പേജറെല്ലാം കൂടെ പണ്ടൊക്കെ പിള്ളേർ തമ്മിൽ അടികൂടുമ്പോൾ നീ എന്തിനാ ഈ ചെറുത് കൊടുത്ത് വലുത് വാങ്ങിക്കാൻ പോകുന്നതെന്ന് അമ്മമാർ പറഞ്ഞില്ല, അതിന് തുല്യമായി പോയി. ഇപ്പം മൊത്തം പേജർ മുഴുവൻ പൊട്ടിത്തെറിച്ചൊരു പരിവായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ വാക്കി ടോക്കി അത് പൊട്ടിത്തെറിച്ച് കുറച്ച് പ്രശ്നമായി. അതെല്ലാം കഴിഞ്ഞ് അവരൊന്ന് ശാന്തമായിരിക്കാൻ പറഞ്ഞപ്പോൾ മേളിൽ കൂടെ റോക്കറ്റ് വിട്ട് മിസൈൽ വിട്ട് അവിടെ മൊത്തം നശിപ്പിച്ചു. ഇങ്ങനെ തുടർച്ചയായി അതിക്രമങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് ഹിസ്ബുള്ള. സത്യത്തിൽ ഹിസ്ബുള്ള ആരാണ്? ഈ പറയുന്ന ഇറാനിൻ്റെ കൂലിപ്പട്ടാളമാണ് ഹിസ്ബുള്ള. അതായത് അവർക്ക് ആളും അർത്ഥവും നൽകുന്നത് ഇറാനാണ്. ആ ഇറാൻ ഇപ്പോൾ പറയുകയാണ്, ഇറാൻ്റെ പ്രസിഡന്റ് പെസഷ്കിയാൻ പറയുകയാണ്, ഞങ്ങൾക്ക് യുദ്ധത്തിൽ താല്പര്യമില്ല, ഞങ്ങളല്ല ഇതിന് ഉത്തരവാദികൾ. കിട്ടിത്തുടങ്ങിയപ്പോൾ താല്പര്യമില്ല. അതെ, കാരണം ആദ്യം ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് ഈ പറയുന്ന പലസ്തീനിലെ ഹമാസിന് കിട്ടി, വയറ് നിറയെ കിട്ടി, ഹമാസിൻ്റെ ആയുധം തീരുകയും ആളുകളൊക്കെ കൊല്ലപ്പെടുകയും ചെയ്തപ്പോൾ അവർ ഒതുങ്ങിയപ്പോൾ ലെബനിൽ നിൽക്കുന്ന ഹിസ്ബുള്ള പറഞ്ഞു, ശരി ഞങ്ങൾ കാണിച്ചു തരാം, ഐ വിൽ ഷോ യു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നു. അവരെന്തോ ഒരു വലിയ പദ്ധതി ആസൂത്രണം ചെയ്യുന്നു. അത് ഈ പറയുന്ന പോലെ ഈ ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേലിൽ കടന്ന് ആക്രമണം നടത്തിയതിന് 1 വർഷം തികയും. അപ്പോൾ 1 വർഷം തികയുമ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യല്ലോ എന്ന് പറയുന്ന പോലെ, അതെ, ആ ആനിവേഴ്സറി ആഘോഷിക്കാൻ അല്ലെങ്കിൽ അതിന് ഒരു വലിയ കനത്ത സമ്മാനം കൊടുക്കാനായിട്ട് ഹിസ്ബുള്ള എന്തോ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ചകളും അവിടെ നടന്നു, നേതാക്കൾ തമ്മിൽ. അങ്ങനെ ചർച്ചകൾ നടന്നപ്പോൾ ആ വിവരങ്ങൾ പേജറുകളിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ആ വിവരം കിട്ടി ഇസ്രായേൽ എന്തോ കൊടുത്തു, ഒറ്റയടിക്ക് തന്നെ ഹിസ്ബുള്ളയ്ക്ക് ഒരു പണി കൊടുക്കാമെന്ന് തീരുമാനിച്ചാണ് 3000-ഓളം പേജറുകൾ അറ്റ് എ ടൈമിൽ പൊട്ടിത്തെറിപ്പിച്ചുകൊണ്ട് കുറേ പേരെ കാലപുരിക്ക് അയച്ചു, കുറേ പേര് പരിക്കുകളോടെ ആശുപത്രിയിലാണ്. എന്നിട്ട് ഇവരുടെ അന്ത്യകർമ്മങ്ങൾ നടക്കുന്ന വേളയിൽ വോക്കി ടോക്കിയിലൂടെ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ വോക്കി ടോക്കി പൊട്ടിത്തെറിച്ച് കുറേ പേര് മരിക്കുന്നു, അതുപോലെ ബാറ്ററി പൊട്ടിത്തെറിച്ച് മരിക്കുന്നു. അങ്ങനെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിൽ എന്തൊക്കെ സ്ഫോടനം നടത്താവോ അതെല്ലാം നടത്തി ഇസ്രായേൽ ഇവർക്ക് പണി കൊടുത്തു. അങ്ങനെ പണി കൊടുത്തപ്പോൾ ഇറാൻ പതിയെ മനസ്സിലാക്കി ഇനി അടുത്ത പണി നമ്മൾക്ക് വരുന്നു. കാരണം എന്താ അറിയാം, ഈ പെസഷ്കിയാൻ പറയുന്നത് പശ്ചിമേഷ്യ അസ്ഥിരപ്പെടുത്തുന്ന ഒരു പരിപാടിക്കും ഞങ്ങളില്ല എന്ന് പറയുന്നു. ഇത് പറയുന്ന സമയത്ത് തന്നെ മധ്യേഷ്യയിലേക്ക് അമേരിക്ക കൂടുതൽ പട്ടാളത്തെ അയക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്ക ഇസ്രായേലിൻ്റെ സഹായത്തോടെ വരുന്നു. ഈ യുദ്ധം ഒരു ആഗോള യുദ്ധമായി മാറുന്നതിൻ്റെ കൃത്യമായ സൂചനകൾ വന്നപ്പോഴാണ് ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയാൻ പറയുന്നത് ഞങ്ങൾ ഇതിനകത്തൊന്നും ഇല്ല എന്ന് പറയുന്നത്. ഇത് എവിടെ പറയുന്നത് അറിയാം, UN ജനറൽ അസംബ്ലി നടക്കുന്നുണ്ട്, അവിടെ പങ്കെടുക്കാനെത്തിയപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചാണ് നിങ്ങൾക്ക് എന്താ റോളെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പറയാൻ മറ്റൊരു കാരണം ഇവിടെ കൊണ്ട്, ഈ ഇറാനിൻ്റെ ഈ പെസഷ്കിയാന് മുമ്പ് അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞത് റെയ്സി എന്ന് പറയുന്ന ആളായിരുന്നു. ഈ റെയ്സി അവിടുത്തെ ഒരു ഡാമിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനായി ഹെലികോപ്റ്ററിൽ പോവുകയാണ്. ഈ ഹെലികോപ്റ്ററിന് ഏതാണ്ട് 18 വർഷത്തോളം പഴക്കമുണ്ട്. ഈ ഹെലികോപ്റ്ററിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഈ റെയ്സി സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ ഒരു മലയിടുക്കിൽ ചെന്ന് ഇടിച്ച് തകർന്നു എന്നാണ് കേൾക്കുന്നത്. അതും പേജർ ആക്രമണത്തിന്റെ ഭാഗമാണ്. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് അന്ന് ഈ റെയ്സിയുടെ ഹെലികോപ്റ്ററിൽ പേജർ ഉണ്ടായിരുന്നു, വാക്കി ടോക്കി ഉണ്ടായിരുന്നു, അത് പൊട്ടിത്തെറിച്ചാലും മതിയല്ലോ. ഈ വിമാനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതിനകത്തൊരു പൊട്ടിത്തെറി ഉണ്ടായെങ്കിൽ അതും ഇത് ഈ അപകടത്തിന് കാരണമാകും. എന്ന് പറഞ്ഞാൽ ഈ ഹിസ്ബുള്ള ഭീകരന്മാർ മുഴുവൻ കൊല്ലപ്പെട്ട പേജർ ആക്രമണത്തിൻ്റെ അതേ നമ്പറിലുള്ള അതേ സീരീസിലുള്ള പേജറായിരുന്നു ഈ അപകടം നടന്ന ഈ ഹെലികോപ്റ്ററിലും ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ള ഭീകരർ ഉപയോഗിക്കുന്ന പേജറിൻ്റെ അതേ സീരീസിലുള്ള ഹെലികോപ്റ്ററിൽ അതേ സീരീസിലുള്ള പേജർ എന്തിനാണ് ഇറാൻ്റെ ഭരണകൂടം അല്ലെ ഭരണത്തലവൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്നത്? അപ്പം ഇറാനാണ് അവരെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയല്ലേ? അപ്പോൾ അവരുടെ കൂലിപ്പട്ടാളത്തെ ഈ സാഹചര്യത്തിൽ മുന്നിലേക്ക് ഇറക്കി നിർത്തി കളിച്ചതാണ്. അപ്പം ഈ ഹിസ്ബുള്ളയെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ ഇസ്രായേൽ ആദ്യത്തെ ടെസ്റ്റ് ഡോസ് നടത്തി എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ ഇറാൻ്റെ പ്രസിഡൻറ്റിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ഇറാൻ പ്രസിഡൻറ്റിനെ കൊല്ലുന്നു. അങ്ങനെ ഈ പറയുന്ന പുതിയ പ്രസിഡൻറ്റ് വരുന്നു, പെസഷ്കിയാൻ അവിടെ പുതുതായിട്ട് അധികാരമേൽക്കാൻ പോകുന്നു. ആകുമ്പോൾ ഹമാസിൻ്റെ ഒരു ഭീകര നേതാവ് അവിടേക്ക് വരുന്നു, ആ നേതാവിനെ വീണ്ടും ഇസ്രായേൽ കൊല്ലുന്നു. അങ്ങനെ തുടർച്ചയായി ഒന്നിനു പിറകെ ഒന്നായി തേട്
നടന്ന് ഇസ്രയേലും മൊസാദും ചേർന്ന് വലിയ ആക്രമണം, വലിയ കൂട്ടക്കൊല നടത്തുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്താ പറയുന്നത്, ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയെ തുടച്ചു മാറ്റാനായിട്ട് ഇസ്രയേൽ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി തുടർച്ചയായി റോക്കറ്റ് ആക്രമണം നടത്തുന്നു. 300 മിസൈലുകളും റോക്കറ്റുകളുമാണ് ഇസ്രയേൽ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിലേക്ക് അല്ലെ സൈനിക താവളങ്ങളിലേക്ക് അയച്ചത്. ഈ സൈനിക താവളങ്ങൾ എന്ന് പറയുന്നത് സാധാരണക്കാരായ വീടുകളിൽ അവരെ ബന്ദികളാക്കി വെച്ച് അവരുടെ വീടിന് മുന്നിൽ റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ കൊണ്ടുവെക്കുകയാണ്. ഇത് കാണുമ്പോൾ ഈ ഡിറ്റക്ട് ചെയ്യുന്നത് ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ. അവർ നോക്കുമ്പോൾ ഈ മിസൈൽ ഇരിക്കുന്നത് വലിയ ആയുധ സംഭരണശാല എന്ന് കരുതി, ഇത് സത്യത്തിൽ സാധാരണക്കാരുടെ വീടുകളാണ്. അപ്പോൾ ഉടനെ ഇസ്രായേൽ ആക്രമിക്കുന്നതിന് മുമ്പായിട്ട് അവിടുത്തെ ടെലികമ്മ്യൂണിക്കേഷൻ മുഴുവൻ അങ്ങ് ഹൈജാക്ക് ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് സന്ദേശം അയക്കുന്നു, നിങ്ങളുടെ സ്ഥലം ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ്, ലെബനീസ് ഈ പൗരന്മാരെ നിങ്ങൾ അവിടുന്ന് വേണേ രക്ഷപ്പെട്ടു, അപ്പം ഞങ്ങൾ അവിടെ ആക്രമിക്കുമെന്ന് ടെലിഫോണിലൂടെ മെസ്സേജായിട്ട് പോകുന്നു, സന്ദേശങ്ങളായിട്ട് പോകുന്നു, അതുപോലെ ലാൻഡ് ഫോണിലെ കോളുകളായിട്ട് ചെല്ലുന്നു. ഇതെല്ലാം ചെല്ലുമ്പോൾ ആ ലെബനിലെ ഒരു മന്ത്രിക്ക് 1-2 മന്ത്രിമാർക്കും കൂടി ചെല്ലുന്നു. അപ്പോൾ അവർക്ക് എങ്ങോട്ട് പോകണം എന്നുള്ളൊരു പരിഭ്രാന്തി. ആളുകൾ കൂട്ടത്തോടെ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. വണ്ടികളെല്ലാം കൂടെ ബെയ്റൂത്തിലേക്ക് എന്ന് വെച്ചാൽ അവരുടെ തലസ്ഥാന നഗരിയിലേക്ക് പോകാനായിട്ട് വാഹനങ്ങൾ പോകുന്നു. റോഡ് മൊത്തം ബ്ലോക്ക് ആകുന്നു. അപ്പോൾ ആശങ്കാകുലമായ സാഹചര്യത്തിൽ റോക്കറ്റ് ആക്രമണം ഉണ്ടാകുന്നു. അപ്പോൾ ഹിസ്ബുള്ള പറയുന്നത് എന്താണ്, ഞങ്ങളും അവരെ റോക്കറ്റ് വെച്ച് ആക്രമിച്ചു ശരിയാ, 10-30 അങ്ങോട്ട് വിട്ടു, അവർ അയൺ ഡോം വെച്ച് അതെല്ലാം തടുത്തു, എന്നിട്ട് ഇങ്ങോട്ട് വലിയ വയറ് നിറച്ച് കൊടുത്തു. ഈ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുവരുന്ന സമയത്ത് ഹമാസ് ഗാസയിൽ ജനക്കൂട്ടമുള്ള സ്ഥലങ്ങളിൽ അവരെ തമ്പടിക്കുമ്പോഴായിരുന്നു ഈ ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ കുട്ടികളും മറ്റ് സ്ത്രീകളും എല്ലാം കൊല്ലപ്പെടുമായിരുന്നു. പക്ഷെ അപ്പൊ ഈ ഹിസ്ബുള്ളയുടെ അടുത്ത് വന്നപ്പോൾ അവർ പേജർ ആക്രമണത്തിലൂടെ ആ ഒരു ചീത്തപ്പേര് ഇസ്രായേൽ ഒഴിവാക്കി. ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് കൊന്നു. അപ്പോൾ ഹിസ്ബുള്ളയിലെ ഇത്തരം സൈന്യങ്ങളെ കൊന്നപ്പോൾ ഇനി ബാക്കിയുള്ളവർ പേടിച്ചില്ലേ? അപ്പോൾ ഈ പേടിയില്ല എന്ന് അവിടുത്തെ ജനങ്ങളെ വിശ്വസിപ്പിക്കണം. കാരണം ജനങ്ങളെ ബന്ദികളാക്കി വെച്ചിട്ടാണല്ലോ ഇത്തരം പരിപാടി നടത്തുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവരെന്തെടുത്തത്, ഈ ജനങ്ങൾക്ക് മുമ്പിൽ തങ്ങൾ ശക്തരാണെന്ന് അറിയിക്കാനായിട്ട് അങ്ങോട്ട് റോക്കറ്റ് വിട്ടത്. അപ്പോഴേക്ക് ഹിസ്ബുള്ള പറഞ്ഞു, ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും, ഞങ്ങൾ ഇതിന് പ്രതികാരം ചോദിക്കും, ലെബനനിൽ നിന്നുകൊണ്ട് ഞങ്ങൾ കാണിച്ചുതരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞു, ശരി നിങ്ങൾ വാ, ഞങ്ങൾ ബാക്കി ചെയ്തോളാം. ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഹമാസിൻ്റെ അനുഭവം അറിയാലോ, ഇത് തന്നെയായിരിക്കും ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങളെ ഇവിടുന്ന് ഞങ്ങൾ തുടച്ചു നീക്കും, ഇവിടെയുള്ള ഹിസ്ബുള്ള അല്ലാത്ത മുഴുവൻ ജനങ്ങളെ നിങ്ങൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോളൂ, എന്നിട്ട് ഞങ്ങൾ ഹിസ്ബുള്ളയെ ഭീകരരെ മുഴുവൻ ഇവിടെ കൊന്നു തീർക്കും, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വന്ന് താമസിക്കാം. അപ്പോൾ ലെബനനിലെ ആളുകളെ കൊല്ലാൻ ഇസ്രായേലിന് താല്പര്യമില്ല, അവിടുത്തെ ഭീകരവാദികളെ കൊല്ലാനാണ്. അപ്പോൾ ഇറാനാണ് അവർക്ക് പിന്തുണ നൽകുന്നത് ഏതാണ്ട് വ്യക്തവുമാണ്. അപ്പോൾ UN-ൽ ഇപ്പോൾ പ്രമേയം വന്നേക്കുന്നത് എന്താ, ഗസയിലെ വെടിനിർത്തൽ അവസാനിപ്പിക്കണം, അല്ലെ വെടിനിർത്തൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ കുറേ പേര് അനുകൂലിക്കും എതിർക്കുകയൊക്കെ ചെയ്യും. ഇപ്പം ഇറാനാണല്ലോ അതിന് സഹായം ചെയ്ത്, അല്ലെ ഹിസ്ബുള്ളയെ കൂടെ നിങ്ങളുടെ കൂലിപ്പട്ടാളമാണല്ലോ എന്നൊക്കെ ഉള്ള സംസാരവും മാധ്യമങ്ങളുടെ വിചാരണയെ നേരിടേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് പെസഷ്ക്യാൻ ഇപ്പോൾ പറയുന്നത്, ഞങ്ങൾ ഒരു കാരണവശാലും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, പശ്ചിമേഷ്യയെ അസ്ഥിരപ്പെടുത്താനുള്ള ഇസ്രായേലിൻ്റെ നീക്കങ്ങൾ അവർ സ്വയം വരുത്തി വെക്കുന്നതാണ്, ഞങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ എതിർക്കാൻ ശ്രമിക്കുന്നവരാണ്, ഞങ്ങൾക്കിതിനൊന്നും യാതൊരു താല്പര്യവുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും നാൾ ഇറാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളാണ് ഈ മുസ്ലിം രാജ്യങ്ങളെ മുഴുവൻ സംരക്ഷകർ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നു എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അവരുടെ ഈ കൂലിപ്പട്ടാളത്തിന് വയറ് നിറച്ച് ഇസ്രായേൽ കൊടുത്തോടി ഇപ്പോൾ പിൻവാങ്ങി ഇറാന് നിവർത്തിയുള്ളൂ. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവരുടെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ട പ്രസിഡന്റ് സഞ്ചരിച്ചത് ഏതാണ്ട് 18 വർഷത്തോളം പഴക്കമുള്ള ഹെലികോപ്റ്ററില്ല എന്ന് പറഞ്ഞാൽ അത്യാധുനിക ഹെലികോപ്റ്ററുകളോ വിമാനങ്ങളോ ഒന്നും വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇറാനില്ല. ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മുന്നിൽ നിൽക്കുന്ന ആരാ? അമേരിക്ക. അപ്പോൾ ഈ UN-ൽ ചെന്നേച്ച് ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞ് മസിൽ പിടിച്ച് പറഞ്ഞാൽ അമേരിക്ക പറയും ഞങ്ങൾ കുറച്ച് പട്ടാളക്കാരെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്, ഇപ്പോൾ കാണിച്ചു തരാമെന്നോട് പറഞ്ഞാൽ ഇവരുടെ എല്ലാ പ്രതീക്ഷയും. ഈ ഹിസ്ബുള്ള 20 വർഷമായി കെട്ടിപ്പടുത്ത അവരുടെ കേന്ദ്രങ്ങളിലായിരുന്നു ഈ ഇസ്രായേൽ ആക്രമണം നടത്തി അതിനെ നാമാവശേഷമാക്കിയത്. അതെ. അതായത് ഈ പറയുന്ന ഹിസ്ബുള്ള ഓരോ താഴ്വരകൾ കേന്ദ്രീകരിച്ച് അവരുടേതായ കേന്ദ്രങ്ങൾ കെട്ടിപ്പടുക്കും, എന്നിട്ട് അവിടുത്തെ ഭരണം അവരങ്ങ് ഏറ്റെടുക്കും, എന്നിട്ട് അവിടെ നിന്നിട്ടാണ് ബാക്കിയുള്ള ആക്രമണം എല്ലാം നടത്തുന്നത്. എന്നിട്ട് പറയും ഞങ്ങൾ ഇവിടുത്തെ സ്വയം ഭരണാധികാരികളാണ്. സത്യത്തിൽ എന്താ, ഒരു ജനതയെ തോക്കിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് ഞങ്ങളാണ് ഇവിടുത്തെ ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ അവരും മിണ്ടാതെ അത് കേൾക്കുക മാത്രമേ ഉള്ളൂ. മാത്രമല്ല അവരെ തോക്കിന് മുന്നിൽ നിർത്തിയിട്ട് അവരുടെ വീട്ടിൽ കൊണ്ട് മിസൈലും ബാക്കി യുദ്ധോപകരണങ്ങളും എല്ലാം വെക്കുന്നു. എന്നിട്ട് ഇവർ ഒളിച്ചിരിക്കുന്ന എവിടെ? ഈ സ്കൂളുകളിൽ, അതുപോലെ തന്നെ പിന്നെ ബന്ദികൾക്ക് താമസിക്കാൻ നിർമ്മിച്ച ടെൻറ്റുകളിലൊക്കെയാണ്. അപ്പം ആശുപത്രി. അപ്പോൾ ഈ UN-ൻ്റെ ഒരു നിർദ്ദേശമുണ്ട്, ആശുപത്രികളിലെയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയോ ഒന്നും ആക്രമിക്കാൻ പാടില്ല. സത്യത്തിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറഞ്ഞാൽ സ്കൂളുകളൊക്കെ എന്നേ അവിടെ പഠിത്തം നിർത്തിയതാണ്. എന്നിട്ട് അവരവിടെ ആയുധശേഖരം അല്ലെ ആയുധപുരയാക്കി മാറ്റിയതാണ്.
അവിടേക്കാണ് ഇവർ കൃത്യമായിട്ട് ഈ ലക്ഷ്യത്തിലേക്ക് ആയുധങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. അപ്പോൾ ഞങ്ങൾക്കറിയാം ഞങ്ങളെ കബളിപ്പിക്കാൻ നോക്കണ്ട എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇറാൻ്റെ പടയാളിയാണ് ഹിസ്ബുള്ള എന്ന് വ്യക്തമായിരിക്കുന്നു. ഹിസ്ബുള്ളയ്ക്ക് എല്ലാ സഹായം നൽകിയത് ഇറാനാണെന്ന് വ്യക്തമായിരിക്കുന്നു. അടുത്ത ആക്രമണം ഇറാനെ നിങ്ങൾക്കാണ്. അമേരിക്ക അതിനു വേണ്ടിയിട്ട് മധ്യേഷ്യയിലേക്ക് അമിതമായിട്ടുള്ള US ഭടന്മാരെ വിടുന്നു. പെൻറ്റഗണാണ് ഇത് വ്യക്തമാക്കിയത്. എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം വന്നാൽ ഇനി ഇസ്രായേലിന് വേണ്ടി ഇറാനെ ആക്രമിക്കുന്ന അമേരിക്കയാണെന്ന് പച്ചയ്ക്ക് പറയുകയാണ്. ആ ഭാഗത്ത് നിന്നുള്ള രക്ഷ നേടാനായിട്ട് ഈ പെസഷ്കിയാൻ പറയുകയാണ്, ഞങ്ങൾക്ക് യുദ്ധത്തിൽ താല്പര്യമില്ല, ഇസ്രായേലാണ് എല്ലാ കുറ്റത്തിനും കാരണം, ഞങ്ങൾ നിരപരാധിയാണ് യുവർ ഓണർ എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തുന്നു. ഏതാണ്ട് അങ്ങനെ പറയുന്നൊരു സമാനമാണ് അല്ലേ? അപ്പോൾ എന്തായാലും ഇറാൻ്റെ ഈ ഒരു കുറ്റസമ്മതം കൊണ്ടോ ഈ ഒരു അവസാന നിമിഷത്തിലെ മാപ്പ് കൊണ്ടോ ഒന്നും പ്രശ്നം അവസാനിക്കില്ല. ലോകരാജ്യങ്ങൾ ഇതിനകത്ത് എങ്ങനെ ഇടപെടും, UN-ൻ്റെ നിലപാട് എന്താണെന്നൊക്കെ കാണാനിരിക്കുന്നേ ഉള്ളൂ. കാരണം അമേരിക്ക കൂടി തങ്ങളുടെ ഭടന്മാരെ രംഗത്തിറക്കി എന്ന് പറയുന്നത് വളരെ അപായ സൂചന നൽകുന്ന ഒന്ന് തന്നെയാണ്. നമ്മളിത് പറയുമ്പോൾ ചിരിക്കുന്നു, പക്ഷെ ആ നാട്ടിലുള്ള ആൾക്കാരുടെ കുട്ടികൾ ഉൾപ്പെടെ മരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ആ ജീവിത സാഹചര്യം എന്താണെന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് ചിരിക്കാം. നമ്മളിത് പറയുമ്പോൾ ചിരിക്കുന്നു. അല്ല, നമ്മൾ ഈ ചിരിക്കുന്ന ഇറാൻ്റെയൊക്കെ ചില ഇരട്ടത്താപ്പുകളെ കണ്ടുള്ളതാണ്. കാരണം അവരെന്താ ചെയ്യുന്നത്? ഈ ഹിസ്ബുള്ളയും ഹമാസും ചെയ്യുന്നത് എന്താ? അവർ ചാവേർ പടയാളികളാണ്. അവർക്ക് സ്വന്തം ജീവൻ പോലും പ്രശ്നമില്ല. അവർ കൊല്ലുന്നത് കുട്ടികളെ, സ്ത്രീകളെ, ഗർഭിണികളായ ആളുകളെ, അതുപോലെ തന്നെ പ്രായം ചെന്ന ആളുകളെ, ഇവരെയൊക്കെ മനുഷ്യ കവചമായി നിർത്തിയിട്ടാണ് ആക്രമിക്കുന്നത്. ജൂതനെയും വകവരുത്തണം എന്നുള്ള അവരുടെ ഒരു ലക്ഷ്യവും കൂടി ഉണ്ട്. അവസാന ജൂതനെയും വകവരുത്താതെ ഞങ്ങൾ നിർത്തില്ല എന്ന്. ഹമാസിനും അത് ചെയ്യാം, ഹിസ്ബുള്ളയ്ക്കും അത് ചെയ്യാം. കാരണം എന്താ പറയുക, അവർ ഹൂറികളുടെ അടുത്ത് പോയിട്ട് ജിഹാദ് ചെയ്ത് വിജയിച്ചു എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുന്നവരാ. പക്ഷെ സാധാരണക്കാരങ്ങനല്ല. അവർ പ്രകൃതിയോടും അല്ലെങ്കിൽ പരിസ്ഥിതിയോടും ഒക്കെ മല്ലിട്ട് സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാനും ഒക്കെ ശ്രമിക്കുന്നവരാണ്. ഇപ്പോൾ ഇവരുടെ പ്രശ്നം എന്താ? ഇവർക്ക് എങ്ങോട്ടെങ്കിലും പലായനം ചെയ്താൽ മതി. പക്ഷെ ആരാണ് ഇവരെ സ്വീകരിക്കുന്നത്? വലിയ രാജ്യമാണ് ഇറാൻ. ഇവരെ സ്വീകരിക്കുമോ? ഇല്ല. സൗദി അറേബ്യ എപ്പോഴേ ഗേറ്റ് അടച്ചു. ഈ പറയുന്ന സമീപ രാജ്യങ്ങളായ പിന്നെ ഈജിപ്റ്റ് അവരെ അങ്ങോട്ട് അടുപ്പിക്കുകയില്ല. ഖത്തർ അടുപ്പിക്കുകയില്ല. അപ്പം ലെബനിൽ കുറേ തീവ്രവാദികൾ നിലനിൽക്കണ്ടേ? പിന്നല്ലാതെ ഈ ലെബനീസ് ആളുകൾ, ലെബനന്മാരൊക്കെ എങ്ങോട്ട് പോകുമെന്നാണ്? അവർ നേരെ ബെയ്റൂത്ത് എന്ന് പറയുന്ന തലസ്ഥാന നഗരിയിലേക്ക് പോവുകയാണ്. ഇവരെല്ലാം കൂടെ അവിടെ ചെന്ന് എന്ത് ചെയ്യാനാ കൂട്ടം കൂടി നിൽക്കുന്നു? നമ്മൾ ഈ ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ ടെൻറ്റുകൾ അടുപ്പിച്ച ആളുകളെ കൂട്ടി നിർത്തില്ലേ എന്ന് പറയാൻ നിർത്തുന്നു. ഹിസ്ബുള്ളയെ കൊന്നു കഴിയുമ്പോൾ, ഹിസ്ബുള്ള ഭീകരർ ഇല്ലാതായി കഴിയുമ്പോൾ ഇവർക്ക് പഴയ വീടുകളിലേക്ക് തിരിച്ചെത്താം. പക്ഷേ ആ വീടുകളുടെ അവസ്ഥ അപ്പോൾ എന്തായിരിക്കും? തകർന്ന് തരിപ്പണമാവില്ലേ? അപ്പോൾ എന്തായാലും ഇറാൻ്റെ ഈ കുറ്റസമ്മതം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.